ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മന്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പം മറ്റാരുമല്ല മന്തി ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇത് ഞാൻ യൂട്യൂബിൽ അടിച്ച് മാറ്റിയ റെസിപ്പിയാണ്. പിന്നെ ഇത് എളുപ്പപ്പണിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇതിനിറങ്ങി തിരിച്ചത്. കുറച്ച് മയോണൈസും കൂടെ കൂട്ടി കഴിച്ച സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബസ്മതി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് 3 കപ്പ് ഇട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചൊരു 6 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ അടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മിക്സിയുടെ ജാറാണ്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറുവപ്പട്ട, കുരുമുളക്, പെരുംജീരകം, ഗ്രാമ്പു, പിന്നെ ഏലക്ക. അപ്പം ഈ സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇത് ഇച്ചിരി വലിയ മിക്സിയുടെ ജാറായതുകൊണ്ട് തന്നെ നല്ല ഫൈനായിട്ടൊന്നും അരഞ്ഞ് കിട്ടത്തില്ല, ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണമെങ്കിൽ അതേപോലെയും ചെയ്യാം. പിന്നെ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ് കേട്ടോ. ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് ഞങ്ങൾ എടുത്തേക്കുന്നത്. അപ്പം ശരിക്കും മന്തിക്കകത്ത് തോല് കളയാതെ നമ്മൾ ചിക്കൻ എടുക്കാറ്. അപ്പം അതിനകത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന സ്പൈസസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ചിക്കൻ്റെ സ്റ്റോക്കാണ് കേട്ടോ, മാഗിയുടെ ചിക്കൻ്റെ സ്റ്റോക്കാണ്. അപ്പം അതിനകത്ത് ഇങ്ങനെ 2 ക്യൂബ്സ് പോലെ ഉണ്ട്. അത് ഇങ്ങനെ നമുക്ക് പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി കട്ടി പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ നമുക്കൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാ മസാലയും കൂടി ഇട്ടിട്ട് അവസാനം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് മസാലയുടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം ഇത് മുളക് പൊടിയാണ്. അപ്പോൾ ഇത് വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ചെറിയ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് എനിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ഒരു ഊഹത്തിനൊക്കെയാണ് ഞാൻ ഇടുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം നമ്മുടെ ഈ ചിക്കൻ്റെ സ്റ്റോക്കിനകത്ത് കുറച്ച് ഉപ്പുണ്ട്. അപ്പം ഉപ്പ് ഇട്ട് കൊടുത്ത് അതിനുശേഷം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് 1/2 മണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ. 1/2 മണിക്കൂർ ചിക്കൻ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്താണ് കേട്ടോ പണി. അപ്പം നമ്മൾ ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം അതിട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ക്യാപ്സിക്കമാണ്, കുഞ്ഞ് ക്യാപ്സിക്കമാണ് കേട്ടോ. അത് നല്ല രീതിക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അത് ഇട്ടെടുത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അത് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇത് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ. അപ്പം അത് നമുക്ക് ഒന്ന് അതിൻ്റെ 2 ക്യൂബ്സ് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കിനി വേണ്ടത് വെള്ളമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിരുന്ന അരി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് ഉണക്കനാരങ്ങയാണ് കേട്ടോ. ഉണക്കനാരങ്ങ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കനാരങ്ങ ഇല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് നാരങ്ങ പിരിഞ്ഞൊഴിച്ചാൽ മതി. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് ചിക്കൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ ആ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ മസാലയൊക്കെ ഒന്ന് ഇളക്കി ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ചിക്കൻ്റെ പകുതി വരെ ഒന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തീ കൂട്ടി വെച്ച് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് തിരിച്ച് മറിച്ചിട്ട് വേവിക്കണം കേട്ടോ. അടച്ചു വെക്കാം കേട്ടോ. ഇനി തീ കൂട്ടിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കണം. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചിരുന്ന അരി കഴുകി ഇതിനകത്തോട്ട് ഇടണം കേട്ടോ. പിന്നെ ഉമ്മിയാണ് എൻ്റെ ഹെൽപ്പർ. പിന്നെ അപ്പം നമ്മുടെ ചിക്കൻ അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചോറൊക്കെ വെന്ത് വന്ന് ഊറ്റിയെടുത്ത് കേട്ടോ. അപ്പോൾ എടുത്ത ചോറ് നമ്മൾ ഈ ചിക്കനകത്തോട്ട് ഇട്ട് ഇങ്ങനെ നികത്തി കൊടുക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ വെള്ളം പോലെ ആക്കി എടുത്തിട്ടുണ്ട്, മഞ്ഞ കളർ വെള്ളം. അപ്പം അത് നമുക്കിങ്ങനെ ബണ്ടിലോട്ട് ഇങ്ങനെ ചോറിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ ഇട്ടാൽ ഞാൻ ഇപ്പം കളറിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഇങ്ങനെ വട്ടത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ ഒരു 6 മുളക് എടുത്തിട്ട് പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ മണ്ടയിൽ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു ഫ്ലേവർ കിട്ടാനാണ്. അപ്പോൾ അത് കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ അടപ്പ് വെച്ച് അടച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1/2 മണിക്കൂർ അടച്ചു വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ വെയിറ്റ് ഉള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യും. അങ്ങനെ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മന്തി റെഡിയായി കേട്ടോ. അപ്പം തന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം തന്നെ പപ്പ വന്നായിരുന്നു ചോറ് കഴിക്കാനായിട്ട്. അപ്പം ഇന്നലെ സ്പെഷ്യൽ മന്തിയും നല്ല മയോണൈസും ആയിരുന്നു കേട്ടോ. ഞാനും ഇതിലും കൂടെ മയോണൈസ് അടിച്ച്
അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മയോണൈസും കൂടി കഴിക്കാൻ. എനിക്ക് മയോണൈസും കൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം നമ്മുടെ മന്തി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.